friends, welcome back to Viniz world. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഹൽവയാണ്. റേഷൻ കിറ്റിൽ കിട്ടിയ കടലയൊന്നും ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും എടുത്ത് കാണില്ല. അപ്പോൾ ഇതുപോലുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും. നമ്മളിപ്പോൾ 6 മണിക്കൂർ കുതിർത്തിയ കടലയാണിത്. കുതിർത്തി കഴിഞ്ഞിട്ട് ഈ ഒരു ബൗൾ നിറയുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനൊരു 3/4 കിലോ ശർക്കര ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വെച്ചേക്കാണിത്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത്. ഇനി നമ്മൾ കുതിർത്തി വെച്ചേക്കണ കടല ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കടലയുടെ തൊലിയോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ പോയിക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം, നമ്മൾ അരച്ച് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എത്രയാണ് 3/4 കിലോയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണം, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയത്തൊക്കെ ഒരു പച്ച മണം ഉണ്ടാവും കേട്ടോ. അത് കേട്ട് പേടിക്കണ്ട. ഇതെല്ലാം ആയി വരുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നോളൂ. ഈ ശർക്കരയിൽ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വീണ്ടും മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഈ നെയ്യ് എത്ര ഒഴിച്ചാലും അത്രയും നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് നോക്കി ഒഴിക്കണം നമ്മൾ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതിട്ട് കൊടുത്തത്. ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. കുറച്ച് നെയ്യ് ഉണ്ടാകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഒരുവിധം ഇളക്കി വീണ്ടും ഒരു കട്ടി ആക്കിയിട്ടുണ്ട്. ഹൽവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എണ്ണയൊക്കെ കൂടുതൽ വേണം. അപ്പം നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എത്രത്തോളം എണ്ണ ഒഴിക്കണോ അത്രത്തോളം നമുക്കിത് നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ. ഇനിതാ നമ്മൾ ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ തേങ്ങ എടുത്താൽ അത്രയും നല്ലത് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് തേങ്ങാപ്പാലിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ അപ്പപ്പൊടി ആയിരിക്കണം എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരുവിധം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഹൽവയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ നട്ട്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചെടുത്തൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട് കട്ടിയായോന്ന് അറിയാൻ വേണ്ടി. കണ്ടോ, ഇതിപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കേക്ക് മോൾഡിലേക്കാണ് മാറ്റിയേക്കണത്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഇട്ട് കൊടുത്താൽ മതി, ഏത് പാത്രമാണെങ്കിലും. അപ്പോൾ ഹൽവ അതിൽ നിന്ന് വിട്ട് വന്നോളും. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. കാണാൻ തന്നെ എന്തൊരു രസമാണ്. ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.